ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വിഖ്യാത കൊളംബിയൻ എഴുത്തുകാരനും മാജിക്കൽ റിയലിസം എന്ന സാഹിത്യ വിഭാഗത്തിൽ വളരെയധികം പ്രസിദ്ധമായ കഥ രചിച്ചിട്ടുള്ള എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിനെ കുറിച്ചാണ്. അദ്ദേഹം രചിച്ച കേണലിനാരും എഴുതുന്നില്ല എന്ന കൃതിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കേണലിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആസ്മരോഗിയായ ഭാര്യയുടെയും ജീവിതകഥ ചെറു സംഭവങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. മകൻ മരിച്ചുപോയ ഇവർ രണ്ടുപേരും ഭർത്താവിൻ്റെ 40 വർഷത്തെ കഠിന സർവീസിന് ലഭിക്കുന്ന ആ പെൻഷൻ തുകയുമായുള്ള കത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എല്ലാ ദിവസവും കേണൽ ആ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പോവുകയും നിരാശയോടെ തിരിച്ചു വരികയും ചെയ്യുകയും അവസാനം ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ സ്വന്തം മലം ഭക്ഷിക്കേണ്ട അവസ്ഥ വരെ കേണലിനെത്തുകയാണ്. നമുക്ക് കേണലിൻ്റെ ദുരിതാവസ്ഥ, കേണലിൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമം, അദ്ദേഹത്തിൻ്റെ വികാരങ്ങളുടെ തീക്ഷ്ണത, ഇതെല്ലാം ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിൻ്റെ വാക്കുകളിലൂടെ നമ്മളിലേക്ക് തുളച്ചു കയറുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും ക്രൂരമായി ദാരിദ്ര്യത്തെ വിശേഷിപ്പിച്ചതായി ഞാൻ ഇതുവരെയായിട്ടൊരു പുസ്തകത്തിൽ വായിച്ചിട്ടില്ല. അത്രയ്ക്ക് അത് മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരുന്നു. നിങ്ങൾ തീർച്ചയായും എല്ലാവരും ഇത് വായിക്കണം. ഇത് വളരെ വലിയൊരു ഘാതികമായ അനുഭവമാണ്. അതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.